അപ്പോൾ പുതിയൊരു വീഡിയോ ആണ് ഗൈസ്. ഇത് നമ്മൾ ഇപ്പോൾ കരിവള്ളൂരല്ല കേട്ടോ. കരിവള്ളൂർ ഞങ്ങൾക്കിപ്പോൾ പോകേണ്ടത് കാലിക്കടവാണ്. അപ്പോൾ കാലിക്കടവിലേക്ക് പോകുമ്പോൾ നമ്മൾ ഏകദേശം NH66 റോഡ് ഒരു 50% പൂർത്തിയായി എന്ന് പറയാം. ഞാൻ കരിവള്ളൂരിൽ നിന്ന് വിട്ട് ഇനി നേരെ പോകേണ്ടത് കാലിക്കടവ്, അങ്ങോട്ടാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. ഇവിടെ ഒരു 50% പണി പൂർത്തിയായി. 50, 55, 60% നമ്മളെ ദേശീയപാതേൻ്റെ വർക്ക് പൂർത്തിയായിട്ടുണ്ടെന്ന് പറയാം. ഇനിയൊരു ഫൈനൽ കോട്ട് കൂടെ അടിക്കാനുണ്ടാവും, താരങ്ങ്. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ അതിൻ്റെ മുകളിലൊക്കെ നമ്മൾ സിഗ്നലും അല്ല വരയും ട്രാക്കെല്ലാം വരക്കണത്രേ. ഈ കരിവള്ളൂരിൻ്റെ അപ്പുറം വേറെ സ്റ്റോപ്പുണ്ട് കാലിക്കടവിൻ്റെ ഉള്ളിലായിട്ട്. ആ സ്ഥലം നമുക്ക് ശരിക്കും അറിയില്ല. അപ്പോൾ അറിയുന്നവർ ഒന്ന് കമൻറ്റ് ഇടുക. അപ്പോൾ നമ്മുടെ NH66 ഓപ്പൺ ആയിട്ടില്ലെങ്കിൽ ഈ റോഡ് നമുക്ക് കയറുന്ന ആൾ പ്രത്യേകം ശ്രദ്ധിക്കണം. റൈറ്റ് ഗ്ലാസ്, ലെഫ്റ്റ് ഗ്ലാസ് ഫുള്ള് ശ്രദ്ധിക്കണം. നടുക്കെ പോകുമ്പോൾ 2 സൈഡിലൊക്കെ വണ്ടി പാസ് ചെയ്യും. അത് പ്രത്യേകം നമ്മളാരും ശ്രദ്ധിച്ചിട്ട് വാഹനം ഓടിക്കുക. ഞാൻ കാലിക്കടവ് എത്താറായിട്ടാ. കാലിക്കടവിൽ മൊത്തം മറിഞ്ഞു എന്ന് പറയാം. കരിവള്ളൂർ ടു കാലിക്കടവ്. ഇവിടെ നിന്ന് ഫുള്ള് വർക്കൊന്നും ആയിട്ടില്ല കേട്ടോ. സർവീസ് റോഡിൻ്റെ പണി തന്നെ ഒന്നും ആയിട്ട് കാണുന്നില്ല. പൂജ 10:30 ഉച്ചപൂജ, തുടർന്ന് ശ്രീഭൂതബലി. 12 മണി മുതൽ അന്നപ്രസാദം. വൈകിട്ട് 6 മണിക്ക് ഉദിനൂർ തമ്പാന്മാരാറും സംഘവും അവതരിപ്പിക്കുന്ന തായമ്പക. 6:30 ദീപാരാധന. 7 മണിക്ക് അത്താഴപൂജ, തുടർന്ന് കാലിക്കടവ് നൃത്തം. രാത്രി 9 മണി മുതൽ പ്രദേശവാസികളായ കുട്ടികളും വനിതകളും അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങൾ. ഏവരെയും ക്ഷണിക്കുന്നു. ഏപ്രിൽ 1, 2 തീയതികളിൽ ചന്ദേര ശ്രീ ഗ്രാമത്തിൽ. അപ്പോൾ കാലിക്കടവ് സർവീസ് റോഡിലേട്ടാ. നമുക്ക് അപ്പുറത്തെ ശരിക്കുള്ള റോഡ് അപ്പുറത്തെയാണ്. ഇപ്പോൾ സർവീസ് റോഡിലേ വന്നിട്ടേ ഉള്ളത്. സർവീസ് റോഡിൽ പോയാൽ നമുക്ക് നീലേശ്വരം വഴിക്ക് പോകാൻ പറ്റും. അപ്പുറത്തേയും പോവാം, പഴയ റോഡിലേയും പോവാം, ഇതിലേയും പോവാം കേട്ടോ. അപ്പുറത്തേ പോകാനൊക്കെ എളുപ്പം ഇതാണ്. നമ്മുടെ ആ റോട്ടിൽ വന്നാലും ഈ ചെറിയ അണ്ടർപാസ് ഉണ്ട്. ബസ്സിനൊന്നും പോകാൻ പറ്റുന്ന അണ്ടർപാസ്സാണ് ഇത്. ചെറിയ അണ്ടർപാസ്. അതിലേയും കയറി വരാം. ഈ സ്ഥലത്തിൻ്റെ പേരെന്താണെന്ന് അറിയില്ല. ഇവിടെ ഒന്നും വർക്കൊന്നും ആയിട്ടില്ല കേട്ടോ. ഇവിടെ എല്ലാം കൂടുതൽ അണ്ടർപാസ് വരുന്നുണ്ട്. അവരെ പണി സ്പീഡാവുന്നില്ല. ഇതെവിടെ എത്തിയത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ.
ഇവരൊരു അണ്ടർപാസ് കാണുന്നുണ്ട്. എവിടെയാണ് എത്തിയത്? പാലക്കോടാ അങ്ങനെ സ്ഥലമുണ്ടോ ഇവിടെ? അവിടെ ബോർഡ് കാണുന്നുണ്ടല്ലോ. പാലക്കുന്നല്ല പാലക്കോടാ അങ്ങനെ കാണുന്നത്.